ഇന്ന് നടന്ന സ്കൂൾ ടീച്ചർ UPSC എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻസർ കീ പറയാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പക്ഷേ ഫസ്റ്റ് നമുക്ക് ആൻസർ കീ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്ന ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഉഴുത വയലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഉഴുത വയൽ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം. ഗോത്രജനതയാണ്, അപ്പം പെട്ടെന്ന് തന്നെ കിട്ടും. ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. ഓപ്ഷൻ ഡി ആണ് രണ്ടിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മെസൊപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്തെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സിഗുറാത്തുകൾ. ആൻസർ ഓപ്ഷൻ സി സിഗുറാത്തുകൾ. നാലാമത്തെ ചോദ്യം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിലെ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ, വൈക്കം സത്യാഗ്രഹം. അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം. അതെല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ആറാമത്തെ ചോദ്യം. സാമൂഹ്യ പരിഷ്കർത്താവായ വാക്പടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആത്മവിദ്യാ സംഘം. എളുപ്പമാണ്. ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യം എന്താണ്? 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സിവിൽ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഇവിടെ പെടാത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏഴിൻ്റെ ആൻസർ വരുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ പ്രഖ്യാപനങ്ങളുള്ളതാണ്. അതായത് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. അതുപോലെ തന്നെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എട്ടാമത്തെ ചോദ്യം. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഒൻപതാമത്തെ ചോദ്യം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാല. പത്താമത്തെ ചോദ്യം. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. 10ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 11ാമത്തെ ചോദ്യം. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ RLVയുടെ പേരെന്താണ്? കറണ്ട് അഫെയർ ആണ്. ഓപ്ഷൻ ഡി പുഷ്പക്. 12ാമത്തെ ചോദ്യം. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അഗ്നി 5 ആണ്. അഗ്നി 5. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി കൃഷ്ണ നദിയാണ്. 14ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്ത? ആൻസർ ഓപ്ഷൻ എ കൊങ്കൺ സമതലമാണ്. 15ാമത്തെ ചോദ്യം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കലല്ല രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. ഇപ്പോൾ എൻ്റെ ആൻസർ 15ൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്. 16ാമത്തെ ചോദ്യം. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഔപചാരിക ബന്ധമാണ്. 17ാമത്തെ ചോദ്യം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? വായ്പ നിയന്ത്രിക്കൽ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്, ഒരു രൂപ നോട്ടുള്ള അച്ചടിക്കലാണോ? അല്ല. അപ്പം 1, 2 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2. 18ാമത്തെ ചോദ്യം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലൂടെ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമർത്തിയ നീതിപീഠം ഏതാണ്? കറണ്ട് അഫെയർ ആണ്. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ഏതാണ്? ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. 19ാമത്തെ ചോദ്യം. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട
ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ ഒഡീഷയിലാണ്. ഇന്ത്യയിൽ ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ എ, ഇത് 19ന്റെ ആൻസർ ഓപ്ഷൻ എ ഒഡീഷയിലാണ്. 20ാമത്തെ ചോദ്യം, പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ദൂരമാണ്. 21ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. 2 ധ്രുവങ്ങൾക്കും തുല്യശക്തിയാണെന്നാണ് ഓപ്ഷൻ ബി. 22ാമത്തെ ചോദ്യം, ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വിസ്കോസിറ്റി ആണ് വരുന്നത്. 23ാമത്തെ ചോദ്യം, ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/hൽ നിന്ന് 36 km/h ആകുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയർ അതിൻ്റെ ത്വരണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1 ആണ് ആൻസറായിട്ട് വരുന്നത്. 24ാമത്തെ ചോദ്യം, വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോവാട്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1 ആണ്. 25, 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. F/4 ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, F/4. 26ാം ചോദ്യം, പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ ഖരമാധ്യമം. അതുപോലെ തന്നെ 27ാമത്തെ ചോദ്യം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നമുക്ക് പഠിച്ചതാണ്. ഓപ്ഷൻ ഡി യൂണിറ്റ് ഇല്ല എന്നാണ്. 28ാമത്തെ ചോദ്യം, ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജ്ജം എത്ര എന്നാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്ഥിരമായി നിലകൊള്ളുമെന്നാണ്. ആകെ ഊർജ്ജം സ്ഥിരമായി നിലകൊള്ളുമെന്നാണ്. 29ാം ചോദ്യം, ഈ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 8, 6 ആണ് ആൻസറായിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അലൂമിനിയമാണ്. 31ാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? ആൻസർ 99.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 31ന്റെ ആൻസർ ഓപ്ഷൻ ബി. 32ാമത്തെ ചോദ്യം, മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി Cu ആണ് വരുന്നത്. 33ാമത്തെ ചോദ്യം, ഹോമോലോഗ സീരീസിലെ തുടർച്ചയായ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, CH2 ആണ്, -CH2 ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്, CH2 ഗ്രൂപ്പിലാണ് വരുന്നത്. 34ാമത്തെ ചോദ്യം, മാൽഗൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ Cu ആണ്, കോപ്പറാണ്. 35ാമത്തെ ചോദ്യം, ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. 36ാമത്തെ ചോദ്യം, വൈദ്യ ചികിത്സയിൽ ഇൻട്രാവിനസ് കുത്തിവെപ്പിനായി ഉപയോഗിക്കുന്ന എത്ര ഗാഢതയുള്ള ഉപ്പുലായനിയാണ്? എന്താ ഒന്നുകൂടെ പറയാം. വൈദ്യ ചികിത്സയിൽ ഇൻട്രാവിനസ് കുത്തിവെപ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പുലായനിയാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 0.9% ആണ്. 37ാം ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, അഭികാരത്തിൻ്റെ നിറമാണ്. 38ാമത്തെ ചോദ്യം, ടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ. ആൻസർ ഓപ്ഷൻ സി ആണ്, DNA പ്രൊഫൈലിംഗ് ആണ്. ഓപ്ഷൻ സി DNA പ്രൊഫൈലിംഗ് ആണ്. അതുപോലെ തന്നെ 39, മനുഷ്യൻ്റെ ആദ്യ പാൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ IgA ആണ്, IgA ആണ്. 40ാമത്തെ ചോദ്യം, ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ കാണപ്പെടുന്ന ഭാഗം. ആൻസർ ഓപ്ഷൻ ബി ഗ്രാനയാണ്. ഓപ്ഷൻ ബി ഗ്രാന. 41, ചെറുകുടലിലെ വില്ലസുകൾ കാണപ്പെടുന്ന ലിമികകളിലെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലാക്റ്റിയലുകളാണ്. അതുപോലെ തന്നെ 42ാം ചോദ്യം, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജനകളെ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ടെൻഡൻ ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ടെൻഡൻ. 43, താഴെ തന്നിരിക്കുന്നതിൽ ആസ്കോമൈസൈറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി പെനീസിലിയം ആണ് വരുന്നത്. 44ാമത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? കറണ്ട് അഫെയർ ആണ്. ഓപ്ഷൻ ബി നോവാവാക്സ്. 45, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ജൂലൈ 26-ന് പ്രാധാന്യം എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, കണ്ടൽ ദിനമായി ആചരിക്കുന്നു. അതിന് മാത്സ് ആണ്, മാത്സ് അങ്ങ് പറഞ്ഞു പോവാണ്. 46 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. അപ്പം 46ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 5000 ആണ്. 47ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 0.0256 ആണ് വരുന്നത്. 48ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 6 ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ 49ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.25 ആണ് വരുന്നത്. 50ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 3/5 ആണ് വരുന്നത്.
51ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ 48 വരുന്നത്. അതുപോലെ തന്നെ 52ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി 0.101 ഇൻറ്റു 0.01 ആണ് വരുന്നത്. 53ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് 3825 ആണ്, 3825. 54ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്ന ഓപ്ഷൻ എ 400 ആണ് വരുന്നത്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 75 ഇതാണ് വരുന്നത്, ഡിഗ്രിയാണ് വരുന്നത്. 56ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 2 ആണ് വരുന്നത്. 57ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 3 ആണ് വരുന്നത്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 13 ആണ് വരുന്നത്. അതുപോലെ തന്നെ 59ൻ്റെ ആൻസർ ഓപ്ഷൻ എ 2010 ആണ് വരുന്നത്. 60ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 9% ആണ് വരുന്നത്. ഇനി നമ്മൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നമ്മളൊരു സാറിനോട് ചോദിച്ചാണ് ക്വസ്റ്റ്യൻ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോ, സൈക്കോളജി പൊതുവേ എളുപ്പമായിരുന്നതെന്ന് സാർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറോട് ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് 61ൻ്റെ ആൻസർ. 62ാമത്തെ ചോദ്യം, സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഈഗോ സെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ചത് ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ചോദിക്കും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രാഗ്മനോ വ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ആൻസറായിട്ട് വരുന്നത്. 63ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മില്ലർ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻറ്ററി ആണ്. മില്ലർ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻറ്ററി ആണ് ആൻസറായിട്ട് വരുന്നത്. 64ാമത്തെ ചോദ്യം, എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3 ആണ് വരുന്നത്. അതായത് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അതുപോലെ തന്നെ അപകർഷതയുമാണ്, ഇൻഫീരിയോറിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു മിനിറ്റ് 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 65ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 4ഉം ആണ് സ്റ്റേറ്റ്മെൻറ്റ് 2. അതായത് താഴെ തന്നിട്ടുള്ളതിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുക എന്നവയാണ് വരുന്നത്. ശരിയായ ബന്ധമാണ്. അപ്പം പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മളത, ബന്ധങ്ങൾ, ആത്മസംതുലനം, അതുപോലെ തന്നെ യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മ ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞത് ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ടാണ്. അതുപോലെ തന്നെ 2, 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 4ാമത്തെ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിനെ 3 തലങ്ങളുണ്ട്. അതിങ്ങനെ പറഞ്ഞത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2, 4. 65ൻ്റെ ആൻസർ വരുന്നത് അത് പറഞ്ഞു പോവാണ്. 65ൻ്റെ ആൻസർ 66ൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ സി ആണ്. 66ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 സി 2A 1 സി 2A അതുപോലെ തന്നെ 3 ഡി 4 ബി അപ്പം 4 ബി. അപ്പം ഇത് ഓപ്ഷൻ സി ആണ് 66ൻ്റെ ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. 67ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധ സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ചോദക സാമാന്യ വൽക്കരണമാണ് വരുന്നത്. സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ് വരുന്നത്. പിന്നെ 68ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 68ൻ്റെ ആൻസർ വരുന്നത് 1 സി 2A 3 ബി 4 ഡി. നിങ്ങൾ നോക്കിയാൽ മതി. 68ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 69ൻ്റെ ആൻസർ വരുന്നത് 69ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പഠനവും അത് സാധ്യമാകുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജിൻലീവ്, ഏറ്റിൻ വേങ്ങർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതെന്നാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ ഓപ്ഷൻ ബി സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ്. 70ാമത്തെ ചോദ്യം, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി പ്രതിക്രിയാധ്യാപനമാണ്. റെസിപ്രോക്കൽ
ടീച്ചിങ് ആണ് വരുന്നത്. പിന്നെ 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ സി 2ഉം 3ഉമാണ്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം. അതുപോലെ തന്നെ 72ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ പരിവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അഭിക്ഷമത എന്നാണ് വരുന്നത്. 73ാമത്തെ ചോദ്യം പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വാംശീകരണമാണ്. 74ാമത്തെ ചോദ്യം സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രത നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സാമീപ്യ നിയമമാണ്, ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ് വരുന്നത്. 75ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1C 2D 3B 4A ആണ്. 76ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജി കോംബ്രിക്സ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ജി കോംബ്രിക്സ്. അതുപോലെ തന്നെ 77ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ധാരണ ആസൂത്രണം വിലയിരുത്തൽ. 77A ആണ് വരുന്നത്. 78 ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 വന്ന ആക്ട് ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, RPWD ആക്ട് ആണ് വരുന്നത്. 79ാമത്തെ ചോദ്യം കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 79ൻ്റെ വരുന്നത് പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. അടുത്തത് 80ാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ. അതിന് ഇംഗ്ലീഷാണ് വരുന്നത്. ഇംഗ്ലീഷ് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ദ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു പാസേജ് എന്നിട്ടുണ്ട്, അതുമായിട്ട് സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 81 മുതൽ 83 വരെയാണ്. അപ്പോൾ 81ാമത്തെ ചോദ്യം ദ പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് അപ്പ് ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ദ പ്രൈസ് ഓഫ് കോക്കനട്ട്സ് വാസ് ഗോയിങ് അപ്പ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 82 ഹൗ ഡിഡ് ദ ഓദർ ഫീൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, എലൈറ്റഡ് എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ 83ാമത്തെ ചോദ്യം എന്താണ് സജസ്റ്റ് വൺ വേർഡ് ഫോർ ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. അതിൻ്റെ വരുന്നത് എന്താണ് ജോയ്ഫുൾ ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ജോയ്ഫുൾ. 83 ഓപ്ഷൻ ഡി ജോയ്ഫുൾ. അടുത്തത് ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 84 മുതൽ 86 വരെ. 84ാം ചോദ്യം എന്താണ് നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹെയർ ഓൺ സ്ട്രെങ്ത്. നൈന വാസ് അമേസ്ഡ് അറ്റ് ഹെയർ ഓൺ സ്ട്രെങ്ത് അല്ലേ വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 85 രജത്ത് റാൻ ഡാഷ് ഇൻ ടു ദ ഗാർഡൻ. രജത്ത് റാൻ ഔട്ട് ഇൻ ടു ദ ഗാർഡൻ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത് ഇവിടെ ആൻസർ ആയിട്ട്. അതുപോലെ തന്നെ 86 ആൻ eerie സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദ എയർ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇൻ ദ എയർ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ചൂസിങ് കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. 87 മുതൽ 88 മുതലാണ്. 87 ഇഫ് യു ആർ എ പെയിൻറ്റർ പറയുന്നത് ഇഫ് ക്ലോസ് വന്നുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് വരുന്നത്. യു മേ കം ഇൻ. ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ ആയിട്ട്. 88 വെനെവർ ഹി ഫൗണ്ടഡ് ഹിംസെൽഫ് എലോൺ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹി ഡ്രൂ ക്യാറ്റ്സ് എന്നാണ് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഗിവൺ ബിലോ. 89 മുതൽ 90 വരെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് ഐ ഡിഡിൻ വാണ്ട് ടു ഏവസ് ഡ്രോപ്സ് എന്നാണ്, ഈവ്സ് ഡ്രോപ്സ് എന്നാണ് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടു ലിസൺ കെയർ സീക്രറ്റ്ലി ആണ് വരുന്നത്. 90ാം ചോദ്യം ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിഡ്ജറ്റിംഗ് എന്നാണ് വരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി ആണ് വരുന്നത്. അപ്പോൾ 90ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി മലയാളമാണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സിൽ പറയുന്നതാണ് കോഴിക്കോട്. ഓപ്ഷൻ എ കോഴിക്കോട്. സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോട്. അടുത്തത് 92 മലനാട്ട് തമിഴ് സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇളക്കുളം കുഞ്ഞൻപിള്ള. 93 വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആൻസർ ഓപ്ഷൻ ഡി അധ്യയന മാർഗം. 94 കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വള്ളത്തോളാണ്. 95 കഞ്ചനേർമിഴി ബഹുവ്രീഹിയുടെ
ഏത് വകഭേദത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഉപമാഗർഭം. ആൻസർ ഓപ്ഷൻ എ ഉപമാഗർഭം. 96ാമത്തെ ചോദ്യം, ഒരു അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെയോ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ്. ആൻസർ ഓപ്ഷൻ സി സൂക്ഷ്മ നിലവാര ബോധനമാണ്. 97 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ച 50ാം വർഷത്തിലെത്തിയ മലയാളം നോവൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഓപ്ഷൻ ബി ആണ്. 98 താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓപ്ഷൻ സി 2ഉം 3ഉമാണ്. അതായത് യാദൃശ്ചികവും അതുപോലെ തന്നെ വിമ്മിട്ടവും എന്നാണ്. 99 വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? ആൻസർ ഓപ്ഷൻ എ വിദ്യാ വിനോദിനി എന്നാണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 100ാമത്തെ ചോദ്യം, പെൺമണി വന്ദനം കണ്ടാൽ വെൺമണി രണ്ടെന്ന് മേവിടുന്ന മനം ഉണ്മ നനച്ചിതെല്ലാം വെണ്മ തീരേണ്ടതെന്നും മേവിടം നമ്മനം എന്ന അലങ്കാരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ലാടാനുപ്രാസമാണ്. ഓപ്ഷൻ ഡി ലാടാനുപ്രാസമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആൻസർ കീ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ കീ നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നമ്മളൊരു പോൾ ഇടുന്നതാണ് നമ്മുടെ ചാനലിൽ തന്നെ. ആ പോളോടെ മാക്സിമം നിങ്ങൾ ഇടുക. മാക്സിമം മാർക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ അതിനകത്തൊന്ന് രേഖപ്പെടുത്തുക. അപ്പം നിങ്ങൾക്ക് തന്നെ അതൊന്ന് എടുത്ത് നോക്കുമ്പോൾ അറിയാം നമ്മുടെ അത് WCP അല്ലെങ്കിൽ CP ആയാലും അവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ആവറേജ് റേഞ്ച് അറിയാൻ പറ്റും എത്ര പേർക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ പോളൊന്ന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ GK പാട്ടൊന്നും അത്യാവശ്യം വലിയ ടഫായിട്ട് ചോദിച്ചില്ല. കറണ്ട് അഫെയർ എല്ലാം എളുപ്പമായിരുന്നു. കറണ്ട് അഫെയർ പാട്ടെല്ലാം നല്ല എളുപ്പമായിരുന്നു. പിന്നെ സാറ് പറഞ്ഞത് പിന്നെ സൈക്കോളജി പാട്ടും വലിയ രീതിയിൽ കുഴപ്പിച്ചില്ലെന്നാണ് പറഞ്ഞത്. എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതാണ്. ബേസ് പോലാണ് പോയത്. മലയാളം പാട്ട് നല്ല പാടരെന്ന് പറഞ്ഞു. മലയാളം ഓക്കെ. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മാർക്ക് എത്ര ഉണ്ടെന്ന് കമൻറ്റിൽ നിന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ പോളും അറ്റൻഡ് ചെയ്യുക. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പം നമ്മൾ LDCയുടെ റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. മാക്സിമം അതൊന്ന് കാണാൻ നോക്കുക, ശ്രമിക്കുക. മിഷൻ LDC 2024 എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര്. അതുപോലെ തന്നെ കറണ്ട് അഫെയർ ക്ലാസ്സസ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഇടുന്നുണ്ട്. അത് പല കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന LDC എക്സാംസിനൊക്കെ വളരെ രീതിയിൽ ഉപകാരപ്പെടുന്നതാണ്. ഈ എക്സാമിന് തന്നെ പല കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാം പെടുത്തുക നമ്മുടെ ക്ലാസ്സസ് എല്ലാം. അപ്പോൾ LDC റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇനി വരുന്ന എക്സാം മെയിനായിട്ട് വരുന്നത് ഇനി LPയുടെ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ LDC വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇനിയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക.